ജോണേ, ഈ കുട്ടികളുടെ പരാതി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ പെട്ടെന്നുള്ള ആക്ഷനാണ്. അതെ. ജോണി കുട്ടികളുമായിട്ടൊക്കെ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മനഃശാസ്ത്രമൊക്കെ അറിയാം. പ്രത്യേകിച്ച് കുട്ടികളെ അങ്ങനെ പലർക്കും വഴക്ക് പറയാൻ തന്നെ പേടിയാണ്. അതെ. ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അകത്തായിരിക്കും. അതുകൊണ്ട് ഇതിനെ മുതലെടുക്കാൻ വേണ്ടി ചില സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയാം, അങ്ങനെയുള്ളവർ ഇറങ്ങുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ഒരു ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകന് സ്കൂളിലുള്ള ഒരു കൗൺസിലറെ, വനിതാ കൗൺസിലറെ, അവർക്കെതിരെ ഒരു കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളും അതങ്ങ് വിശ്വസിച്ച് പോകത്തില്ലേ. അത് അങ്ങനെ വരുന്നതിനെയൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? വ്യാജമാണോ ഇല്ലയോ എന്നൊന്നും കുട്ടി അതുകൊണ്ടാണ് കുട്ടികളെ മുതലാക്കുകയല്ലേ ചെയ്യുന്നത് ഇതിനകത്ത്. അതെ, പലപ്പോഴും ഈ നമ്മുടെ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് പലരും ചെയ്യുന്നത്. ഇതിനകത്ത് ചെറുതോണിയിലാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി അവിടുത്തെ വനിതാ കൗൺസിലറായ വനിതയാണ് സ്കൂളിൽ. അവർ ജീവനൊടുക്കി. കേസ് വന്നതിന് ശേഷം അവർ ജീവനൊടുക്കി. അവർക്കെതിരെ വ്യാജ പരാതി കൊടുക്കും. അവർ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പരാതി. അതായത് ഒരാളെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അയാൾക്കെതിരെ ലൈംഗികമായ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ലൈംഗികമായ ഒരു പരാതി കൊടുപ്പിക്കുക അല്ലെങ്കിൽ ഉന്നയിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ആളുകൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതി 2020 ഇത്തരം ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ഇയാളുടെ പേര് ഇക്കാനഗർ സ്വദേശി ജോൺ എസ് എഡ്വിൻ എന്നാണ്. ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ്. ഏറ്റവും വലിയ രസം, പലപ്പോഴും സാറെ നമ്മൾ വിചാരിക്കും ചൈൽഡ് ലൈൻ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞാൽ അവർ കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ നീതിയുക്തമായി ഒന്നുമില്ല. കാരണം എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു അയലത്തുള്ള ഈ നിരന്തരം ആ കുട്ടികളെ തൊട്ട അയൽപക്കത്തുള്ള ആളുകൾ നിരന്തരം ശല്യം ചെയ്യുന്നു. അത് വളരെ മോശമായിട്ടാണ് ശല്യം. അവിടുത്തെ സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ തെറി വിളിക്കുന്നു, തിരിച്ചു വരുമ്പോൾ തെറി വിളിക്കുന്നു, നഗ്നത പ്രദർശിപ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുത്തു. അവർക്ക് ഇത്തിരി രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷേ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചൈൽഡ് ലൈനിലേക്ക് പോകുന്നു. ചൈൽഡ് ലൈനിൽ ചെല്ലുന്നു. ഈ കുട്ടിയുടെ മൊഴി രഹസ്യമായിട്ട് എടുക്കുന്നു. ഇവരെ വിളിപ്പിക്കാൻ പോകുമ്പോഴും തൊട്ട് മുമ്പിലും പുറകിലുമായിട്ടാണല്ലോ ഇവർ പോകുന്നത്. അപ്പോഴും ഇവരെ തെറി വിളിച്ചിട്ടാണ് എതിർകക്ഷികൾ പോകുന്നത്. അവിടെ ചെന്നു ഒന്നും സംഭവിച്ചില്ല. ഈ മൊഴി എടുത്തു എന്നുള്ളതിനപ്പുറം യാതൊന്നും സംഭവിച്ചില്ല. കാരണം രാഷ്ട്രീയ സ്വാധീനം അവിടെയുണ്ട്. അതുതന്നെയാണ് ഇവിടെയുള്ളത്. ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകനാണ് ഇത്തരം ഒരു കാര്യം ചെയ്തത്. ചൈൽഡ് ലൈൻ പ്രവർത്തകനെ കൊണ്ട് അവിടുത്തെ അധ്യാപികമാർ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇവരോടുള്ള ഈ വനിതാ കൗൺസിലറോടുള്ള അസൂയ മൂത്തിട്ട്, അസൂയയ്ക്ക് മരുന്നില്ലെന്ന് നമ്മൾ പറയും. കഷണ്ടിക്ക് മരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, കഷണ്ടിക്ക് മരുന്നുണ്ട്. അവരാണ് ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നു, ഒരു പ്ലാൻ ചെയ്യുന്നു, ഗൂഢാലോചന നടത്തുന്നു. ഇയാളെ അതിൽ വിളിക്കുന്നു. ഇയാളതിനകത്ത് പ്രധാനപ്പെട്ട ആളായി വന്നിട്ട് ഈ കുട്ടിയുടെ മൊഴിയുണ്ട്. കുട്ടി മൊഴി കൊടുത്തു പറഞ്ഞാൽ എന്നെ മുറിയിലിട്ട് അടച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു പരാതി എഴുതി വാങ്ങിച്ചത്. ഈ വനിതാ കൗൺസിലർ ലൈംഗികമായി ഉപദ്രവിക്കുന്നു എന്നുള്ള പരാതി എഴുതി വാങ്ങിച്ചത് ഭീഷണി മുടക്കിയാണെന്ന് പിന്നീട് കുട്ടി പോലീസിനോട് മൊഴി കൊടുത്തു. അങ്ങനെയാണ് ഈ കേസ് പൊളിഞ്ഞു പോകുന്നത്. എന്തായാലും കോടതി ഇയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. 5.5 വർഷം കഠിന തടവിന് ഈ ജോണസ് എഡ്വിനെ ശിക്ഷിച്ചിരിക്കുകയാണ്. 5.5 വർഷം കഠിന തടവും ഏകദേശം 1,36,000 രൂപ പിഴയും അടയ്ക്കണം. ആ പിഴ അടയ്ക്കേണ്ടത് ഈ ജീവൻ ഒടുക്കിയ കൗൺസിലർക്ക് അവരുടെ കുടുംബത്തിന് കൊടുക്കണം. വലിയ കഷ്ടമാണ്. നമുക്ക് തോന്നുമ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ മിക്ക സ്കൂളുകളിലും കൗൺസിലർമാരുണ്ടല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാറ് പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടിയെ ഇപ്പോൾ സാറിനെ ഒരാൾ വന്ന് തള്ളിയിട്ടു, അതവിടെ തീർന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ടീച്ചറെ കണ്ടാൽ പോലും ഈ 2 പിള്ളേരെയും 2 അടിക്കും എന്നുള്ളതല്ല, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് പോലും നമ്മൾ പറയത്തില്ല. പക്ഷേ ഇപ്പം തള്ളിയിട്ടു എന്ന ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ എന്തോ മാനസിക പ്രശ്നം അവനുണ്ട്. ഈ ബാല്യത്തിൻ്റെ കുസൃതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ പൊലിപ്പിച്ച് കാട്ടി വലിയ സംഭവമാക്കി മാറ്റുന്ന ആളുകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുട്ടികൾ കല്ലെടുത്തെറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര വികൃതിയാണ്. കല്ലെടുത്തെറിയുന്നവൻ ഭയങ്കര വികൃതിയാണ്, 2 അടി കൊടുക്കണം. പക്ഷേ ആ പുള്ളി പറഞ്ഞത് ഈ കല്ലെടുത്തെറിയുമ്പോൾ
അവൻ വളരെ പോസിറ്റീവായിട്ടാണ് അവൻ ചെയ്യുന്നത്. അവൻ്റെ ഉള്ളിലൊരു സർഗാത്മകതയുണ്ട്. കാരണം അവൻ ലക്ഷ്യബോധത്തോടുമില്ല അതിനകത്ത് കൊള്ളിക്കണം എന്നുള്ളതാണ്. ഒരുത്തൻ്റെ തലക്കെറിയണമെന്ന് വെച്ചാൽ ആ ലക്ഷ്യത്തിലാണ് ഉന്നം വയ്ക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ ലക്ഷ്യബോധം പിന്നെ നമുക്ക് അറിയാമല്ലോ. ഈ 7 വയസ്സിലല്ലേ കല്ലെടുത്തെറിയാൻ പറ്റില്ല, 70 വയസ്സിൽ കല്ലെടുത്തെറിഞ്ഞാൽ വിവരം അറിയും. അത് ആ പ്രായത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട് പല സ്ഥാപനങ്ങൾക്കും. നമ്മൾ ഈ കുട്ടികളെയൊക്കെ ചെന്ന് കാണുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും വീടുകളിൽ പോലും അവരെ ഞാൻ 2 ദിവസം മുമ്പ് ട്രെയിനകത്ത് പോവുകയാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഒരമ്മയുണ്ട്. ഈ അമ്മയോടൊപ്പം ഒരു ചെറിയ കുഞ്ഞാണ്, എനിക്കൊന്ന് 5 വയസ്സോ കാണുമോ, 5 6 വയസ്സ് അവരോടൊപ്പം ഇരിക്കുന്നു. ഇപ്പുറത്ത് വേറൊരു കുഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് ഏറ്റവും അറ്റത്തായിരിക്കുന്നത്. ആ കുഞ്ഞിനെയും അടുത്തിരിക്കുന്ന കുട്ടിയും അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഒരു യുവതിയാണ്. അവർ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വാട്സപ്പോ യൂട്യൂബോ ഒക്കെ കാണുകയാണ്. ഈ കുഞ്ഞുങ്ങൾ എന്നാൽ അടുത്തിരിക്കുന്നതെന്നോ എനിക്ക് തോന്നുന്നു ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയോട്, ആ കുട്ടിയുടെ നിറം ലേശം കറുപ്പാണ്. അപ്പോൾ ഈ കുട്ടിയോട് യാതൊരു അറ്റാച്ച്മെൻറ്റും കാണിക്കുന്നില്ല. ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ്. ഹോസ്പിറ്റലിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. മറ്റേ കുട്ടി എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഞാൻ അവളെ നോക്കി ചിരിച്ചു. അപ്പോൾ അവളും ചിരിച്ചു. ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയോ ആരും ശ്രദ്ധിക്കുന്നില്ല. അമ്മ ശ്രദ്ധിക്കുന്നതേ ഇല്ല. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങുന്നിടം വരെയും ശ്രദ്ധിക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് ആ അമ്മയുടെ ദേഹത്തേക്ക് ചാരി ഉറങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോൾ സാധാരണ അമ്മമാർ ചേർത്ത് പിടിക്കും. ഇതും ചെയ്യുന്നില്ല. അപ്പോഴും അവർ ഫോണിലാണ്. ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ വേറൊരു ലേഡി അവർ അവിടെ നിന്ന് കയറിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നല്ല തിരക്കാണ്, ഈ കുട്ടികളെ നിങ്ങളുടെ അടുത്തേക്ക് ഇരുത്ത്. അപ്പോൾ അവരിത് ശ്രദ്ധിക്കും, അവരമ്മയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, കുട്ടികളെ നിങ്ങളുടെ അടുത്തേക്ക് ഇരിക്കണം, ഇവിടെ നല്ല തിരക്കാണ്, ഈ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഇരുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, കൊച്ചുങ്ങളെ അടുത്തിരുത്തണം കേട്ടോ, ആളുകൾ ഒരുപാട് കയറുന്നതാണ്. ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ പോലും കുഞ്ഞുങ്ങളെ കേൾക്കാനോ ശ്രദ്ധിക്കാനോ പലർക്കും കഴിയാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ വേറൊരു വഴിയിലൂടെ പോകും. അത് വേറൊരു വിഷയമാണ്. എന്നാൽ ഈ കൗൺസിൽ അപ്പോഴാണ് ചൈൽഡ് ലൈനിൻ്റെ, എന്തുകൊണ്ട് ചൈൽഡ് ലൈൻ പോലെയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഇങ്ങനെ വീടുകളിൽ പോലും പല കുട്ടികളും മാനസികമായും ശാരീരികമായും ഉപദ്രവം നേടുന്നുണ്ട്, അല്ലാതെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും അവർക്ക് മനസ്സ് തുറന്ന് കുഞ്ഞുങ്ങൾക്ക്, ഈ ചൈൽഡ് ലൈനിൽ നമ്മൾ അവരെ വിളിക്കുമ്പോൾ, കുട്ടികളെ വിളിക്കുമ്പോൾ മുതിർന്ന ആരെയും വീട്ടിൽ നിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കാറില്ല. കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് തന്നെ, കുഞ്ഞിനെ എഴുതാൻ അറിയില്ലെങ്കിൽ കുഞ്ഞ് പറയുന്നത് എഴുതിയെടുക്കും. അതാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെയാണ് ഇയാൾ ദുരുപയോഗം ചെയ്തത്. ഇയാൾ ദുരുപയോഗം ചെയ്യുക മാത്രമല്ല, ഇയാളിങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തപ്പോൾ ഒരു വനിതയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബം, അവർ ഒരു അമ്മയായിരിക്കാം, അവർ ഒരുപാട് പ്രതീക്ഷകളോടെ അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരം ഒരു വളരെ ഇഷ്ടത്തോടെ ഈ തൊഴിലിലേക്ക് ഇറങ്ങിയത്. അവരുടെ ജീവിതം ഇല്ലാതെ. സാധാരണ ഈ സ്കൂളിൽ ഈ കൗൺസിലർമാരെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെയൊക്കെ, ചില കുട്ടികളുടെയൊക്കെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട്. ഉണ്ട്. ഒരുപക്ഷെ അച്ഛൻ ഇട്ടെറിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ അച്ഛൻ മദ്യപാനിയാകാം, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ, അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടിയുള്ള കലഹം, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കുട്ടികളെ അലട്ടുന്നുണ്ടാകും. അതിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികളുണ്ടാകും. പിന്നെ അതുപോലെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് എപ്പോഴും കൗൺസിലറുടെ സാന്നിധ്യം റോള് വരുന്നത്. അതെ. പക്ഷേ കൗൺസിലർ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു. അവർ കൗൺസിലിങ്ങിന് എപ്പോഴും അറിയാമല്ലോ, ജോൺ അറിയാമല്ലോ അല്ലേ, ആ കുട്ടിയെ മാത്രം വിളിച്ചിരുത്തിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ പരാതി കൊടുപ്പിക്കാനൊക്കെ ആയിട്ട് അതിന് പ്രേരകമാകുന്നത്. ഇങ്ങനെ ചിലപ്പോൾ അവർ മോശമായി ആ കുട്ടിയെ പെരുമാറിയിട്ടുണ്ടാകാം അല്ലേ. അല്ല, ഇത് സാറ് പറഞ്ഞ വളരെ ശരിയാണ്. പലപ്പോഴും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഓരോ അധ്യാപകൻ്റെയും മുന്നിൽ വരുന്ന കുട്ടികൾ അവരുടെ മക്കളെപ്പോലെ തന്നെ സ്നേഹിക്കപ്പെടേണ്ടവരാണ്. ആ കുട്ടിയുടെ വിഷമം, മുഖത്തുണ്ടാകുന്ന വിഷമം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം അധ്യാപകൻ. പല അധ്യാപകർക്കും അത് കഴിയാറില്ല എന്നുള്ളതാണ്. അവർ ഒരു ശമ്പളം കിട്ടുന്ന മറ്റേതൊരു ജോലിയും പോലെ അധ്യാപനത്തെയും കാണുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് കാണാതെ വരുമ്പോഴാണ് ഇവിടെ സർക്കാർ അടുത്ത സംവിധാനം കൊണ്ടുവന്നു. ഇതൊക്കെ നല്ല ഉദ്ദേശത്തോടെ കൗൺസിലറെ കൊണ്ടുവരുന്നു. അപ്പോൾ കൗൺസിലറുടെ അടുത്തേക്ക് ഇവരെ വിടുന്നു. അതിനും മുകളിൽ ഇപ്പോൾ പലപ്പോഴും വീടുകളിൽ നടക്കുന്ന പീഡനങ്ങൾ, ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ അല്ലെങ്കിൽ അമ്മ തന്നെ കൂട്ടുനിന്ന് പീഡനം, ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് വേറെ എങ്ങും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് ഈ സ്കൂളിലെ കൗൺസിലിംഗ് നടക്കുമ്പോഴാണ് അവരിതൊക്കെ തുറന്നു പറയുന്നത്. ചിലപ്പോൾ 5-6 വർഷമായി ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർ പറയുന്നു. അത് പറയുമ്പോഴാണ് ചൈൽഡ് ലൈനിലേക്ക് പോകുന്നു, പിന്നെ പോലീസിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം.
ഇവർക്ക് ഈ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ഒരു കൂട്ടം അധ്യാപകരും മാതാപിതാക്കളും ഉള്ളിടത്തോളം കാലം കൗൺസിലർ നമുക്ക് നേരത്തെ പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞ ഉദ്ദേശങ്ങളോട് കൂടിയാണുള്ളതെങ്കിലും ഇതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങളെല്ലാം മറികടന്ന് വേറൊരു തരത്തിൽ ഇതിനെ നമുക്ക് കാണേണ്ടി വരും. കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഇതാണ് നുള്ളി, ഉടനെ കൗൺസിലർ എടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ പിച്ചി ഉടനെ കൗൺസിലർ എടുത്ത് കൊണ്ടുപോകും. UKG പഠിക്കുന്ന കുട്ടികൾ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവരൊക്കെ അങ്ങനെ ആ വികൃതി കാണിക്കും. അപ്പോൾ പക്ഷേ അങ്ങനെ കാണിച്ച ഉടനെ അവനെടുത്ത് ചാടി ഉടനെ അവനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അവനെ ചാടി അവനെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, അല്ല കൗൺസിലർ എടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്തായാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇത്തരം വ്യാജ പരാതിക്കാരെ ഒരുപാട് പേര് തിരിച്ചറിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.